ദുബായിലും ഷാർജയിലും അബുദാബിയിലും അജ്മാനിലുമൊക്കെ വളരെ വിരസമായി നമ്മൾ ചെലവിടുന്ന ഒരു ദിവസം. കുട്ടികൾക്ക് കുടുംബങ്ങൾക്കൊക്കെ ഒപ്പം എവിടെ പോകണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇവിടെ വരണം. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിരസതകളും എല്ലാം മാറും. ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലെ പിഗ്മി സൂ ആണ് ഇത്. ഇവിടെ വരണം. കുട്ടികൾക്കൊപ്പം എത്തിയാൽ പിന്നെ വിരസതയോ അല്ലെങ്കിൽ അലസതയോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ പറഞ്ഞ പിഗ്മി സൂവിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാണാം. ഇവർ ബ്രസീലിൽ നിന്നുമുള്ളവരാണ്. നമ്മൾ മറ്റേതെങ്കിലും ഒരു സൂവിൽ മൃഗശാലയിലോ പക്ഷി സങ്കേതത്തിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്നും ഇങ്ങനെ പിടിച്ച് നോക്കാനും തലോടാനും ഒന്നും കഴിയില്ല. ഇത്രയ്ക്ക് ഇണക്കത്തിൽ ഇവരിവിടെ ഉണ്ടാവും നമ്മളോടൊപ്പം, നല്ല സ്നേഹത്തിൽ. മറ്റ് സ്ഥലങ്ങളിലൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പക്ഷികളെ ഇത്ര അടുത്ത് കാണുക, അവരെ ഇതുപോലെ തലോടുക, ഇങ്ങനെ സ്നേഹത്തോടു കൂടി നിൽക്കുക, ഇതൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, നമുക്ക് സ്നേഹത്തോടു കൂടി ഇവരുടെ കൂടെ കഴിയാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരൊക്കെ തന്നെ. മറ്റു പക്ഷികളെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവരെയും ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കണ്ട, നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആഫ്രിക്കയിൽ നിന്നും ഷാർജയിൽ എത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. തിരക്ക് പിടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരരുത്. കുറേ സമയം വേണം നമുക്ക് ഇവരുടെ കൂടെ. ഇതുപോലെ തന്നെ എത്ര സമയം വേണമെങ്കിലും ചെലവിടാം. ഫ്ലമിംഗോ പക്ഷികളാണ് ഇത്. ദുബായിൽ സാധാരണ നമ്മൾ റാസൽ ഖോർ പക്ഷി സങ്കേതത്തിലാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഷാർജയിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് പിഗ്മി സൂവിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലമിംഗോ പക്ഷികളെ നമുക്ക് ഇതുപോലെ അടുത്ത് കാണാം. പക്ഷികൾ മാത്രമല്ല, ഇവിടെ കന്നുകാലികളുണ്ട്, ആടുകളുണ്ട്. ഇത് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. കഴുതകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് പിഗ്മി സൂ എന്ന് പറയാനുള്ള കാരണം തന്നെ ഇവയുടെ ഒക്കെ വലിപ്പം കൊണ്ടാണ്. ഏറ്റവും ഉയരം കുറഞ്ഞിട്ടുള്ള കന്നുകാലികളെയും മറ്റ് മൃഗങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ആടാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള ഉയരമില്ല, തീരെ ഉയരം കുറഞ്ഞവയാണ്. ആടിനടുത്ത് തന്നെ നമുക്ക് വെളുത്ത മയിലിനെയും കാണാം. തൊട്ടപ്പുറത്താണ് കങ്കാരു. 2-3 കങ്കാരുക്കൾ ഇങ്ങനെ പേടിച്ച് നമ്മളെ തന്നെ നോക്കി ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മരുഭൂമിയിലെ കപ്പലെന്നാണ് നമ്മൾ ഒട്ടകത്തെ പറയാറുള്ളത്. ആളിതാ ഇവിടെ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ കഴുതകളുണ്ട്, അതേപോലെ തന്നെ കുതിരകളുണ്ട്. എല്ലാം ഉയരം കുറഞ്ഞവയാണ്. സാധാരണ കുരങ്ങന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുരങ്ങന്മാരുടെ വികൃതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവന്മാരൊക്കെ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ്. പക്ഷേ ഒരു അണ്ണാറക്കണ്ണൻ്റെ അത്രയും മാത്രമേ വലിപ്പമുള്ളൂ. പിഗ്മി മാർമോസെറ്റ് എന്നാണ് പറയുന്നത്. ഒരിനം കുരങ്ങ് തന്നെ, വലിപ്പം കുറഞ്ഞിട്ടുള്ള കുരങ്ങ്. അതായത് കണ്ടോ, ഈ കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെന്നെങ്കിലേ ഇവന്മാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കാണുന്ന സമയത്ത് ഇതുപോലെ ഒളിച്ച് കളിക്കുന്നുണ്ട്. നമ്മൾ കണ്ട വിചിത്ര ജീവികൾ മാത്രമല്ല, സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന കോഴികളും താറാവുകളുമുണ്ട്. പക്ഷേ അവയ്ക്കും പ്രത്യേകതയുണ്ട്, വലിപ്പം കുറഞ്ഞവയാണ്. മൂങ്ങകളാണ് നമ്മളെ തുറിച്ചു നോക്കുന്നത്. കുറേ മൂങ്ങകളുണ്ട്. ഏതാണ്ട് 6-7 മൂങ്ങകൾ ഇവിടെ നമുക്ക് ചുറ്റിനും കാണാം. മൃഗങ്ങളും പക്ഷികളും ചെറുതാണെങ്കിലും ആമയുടെ കാര്യത്തിൽ സംഭവം നേരെ തിരിച്ചാണ്. ഇത്രയും വലിയ ആമകളാണ്, നല്ല പാറക്കഷ്ണം പോലുള്ള ആമകളെയാണ് കാണാൻ കഴിയുക. ഒട്ടകങ്ങളും മാനുകളും, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും പക്ഷി മൃഗാദികളുണ്ട്. മനോഹരമായ കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ കൗതുകകരമാണ് കുതിര സവാരിക്കുള്ള സൗകര്യം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുപോലെ വെളുത്ത കുതിരയും ഉയരം കുറഞ്ഞിട്ടുള്ള കുതിരയുമുണ്ട്. അതിൻ്റെയൊക്കെ പുറത്ത് കയറി ചെറിയൊരു കുതിര സവാരിക്ക് കൂടി സൗകര്യമൊരുക്കി. ഒട്ടകപ്പക്ഷികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ ഒരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒട്ടകപ്പക്ഷികൾ ഏതാണ്ട് ഒരു 100 കിലോയിലധികമെങ്കിലും ഭാരമുണ്ടാകും ചിലതിന്. അത്രയ്ക്ക് വലിയ ഒട്ടകപ്പക്ഷികളെ ഇവിടെ തൊട്ടടുത്ത് കാണാൻ കഴിയും. നമ്മൾ ഈ കണ്ട പിഗ്മി സൂ ഇത്രയ്ക്ക് മനോഹരമായി സുരക്ഷിതമായി ഒരുക്കിയിട്ടുള്ളത് അബ്ദുള്ള ഖാലിദ് അൽ സുവൈദിയാണ്. First of all, thanks a lot for making a wonderful zoo like this. I have a doubt. Why it is called Pygmy Zoo? Pygmy Zoo, that means we are the first zoo who's maintaining all pygmy animals.
So as you saw, we have a sections that only we have inside pygmy animals. So pygmy means short animals. They can breed. They are normal in treatment and these things, but they are short on size and they get adult by ages. When I see the animals and birds, they are very friendly. We can go very close to them. The concept here, we want the people to know how they can get active with the pets. We want to share the knowledge Okay. for the adults and kids, how they can treat with the animals, how can they prepare and attract with these animals. പിഗ്മി സൂവിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. കുടുംബങ്ങൾക്കൊപ്പം എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഹട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. നമുക്ക് കുടുംബത്തോടൊപ്പം ഇരുന്ന് സൗഹൃദങ്ങൾ പങ്കുവെച്ച് സമയം ചെലവിട്ട് സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. മറ്റൊന്ന് ഈ കാണുന്നതാണ്, ചെറിയ കടകളുണ്ട്, അതേപോലെ തന്നെ ഭക്ഷണശാലയുമുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം മേടിക്കാം, ഇവിടെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാം, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം. അങ്ങനെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഈ പിഗ്മി സൂ ഒരുക്കിയിട്ടുള്ളത്. എപ്പോൾ വരണം, എത്രയാണ് ടിക്കറ്റ് നിരക്ക്? സ്വാഭാവികമായും അതായിരിക്കുമല്ലോ അടുത്ത സംശയം. മുതിർന്ന ആളുകൾക്ക് 20 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്, കുട്ടികൾക്കാണെങ്കിൽ 15 ദിർഹം. പക്ഷേ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഓർക്കുക, തീരെ ചെറിയ കുട്ടികളെ, അതായത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും ഉചിതം. കാരണം പല വിധത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണുള്ളത്. 2 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് 15 ദിർഹം, മുതിർന്നവർക്ക് 20 ദിർഹവും. സാധാരണ രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെയാണ് ഈ മൃഗശാലയുടെ പ്രവർത്തന സമയം. ഇനി ശനിയാഴ്ചകളിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെയുള്ള ദിവസമാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് തുറക്കുക. അതോടൊപ്പം തന്നെ ശനിയാഴ്ചയാണെങ്കിൽ രാത്രി പ്രവർത്തനം 10 മണി എന്നുള്ളത് അത് 11 മണി വരെ ഉണ്ടാകും. സൂവിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ചിലതിന് ടിക്കറ്റ് നിരക്കുണ്ട്. പ്രധാനമായും ഇപ്പോൾ കുതിരസവാരിയാണെങ്കിൽ കുതിരസവാരിക്ക് 15 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള പാർക്ക് ഇപ്പോൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ അവിടെയും പ്രത്യേക പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കയറണമെങ്കിൽ 15 ദിർഹമാണുള്ളത്. ഇങ്ങനെ ഒരു മിനിമം ടിക്കറ്റ് നിരക്ക് ഇതിന് ചിലതിന് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനുമില്ല. മാത്രമല്ല ചിലപ്പോൾ നമുക്ക് നടന്ന് ക്ഷീണിക്കാം, ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ഇലക്ട്രിക് വാഹനമുണ്ട്, അതിന് 10 ദിർഹമാണ് നിരക്ക്. 4 റൗണ്ട് നമുക്ക് ഈ പാർക്കിന് അല്ലെങ്കിൽ ഈ സൂവിന് ചുറ്റും ആ വാഹനത്തിൽ സഞ്ചരിക്കാം. അബ്ദുള്ള അഹമ്മദ് അബ്ദുൽ അസീസ്, പിന്നീട് അവരുടെ പിതാവ്, ഇങ്ങനെ ഒരു കുടുംബമാണ് ഇത് നടത്തുന്നത്. ഒരു ബിസിനസ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരുന്ന ആളുകൾക്ക് ഈ മൃഗങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുക, ആ മൃഗങ്ങളെയൊക്കെ അവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ വളർത്തുക. മാത്രമല്ല സാധാരണ മൃഗശാലയിൽ നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ ചെറുത്, പിഗ്മി ടൈപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള മൃഗങ്ങളും ഭൂമിയിൽ ഉണ്ടെന്ന് കുട്ടികൾക്ക് അടക്കമുള്ളവരെ പരിചയപ്പെടുത്തുക. തീർച്ചയായും ഒരു ബിസിനസ് എന്നതിന് അപ്പുറത്തേക്ക് വളരെ വേറിട്ട ഒരു സഞ്ചാരമാണ്.